വെൽക്കം ബാക്ക്. വെൽക്കം. നീ പറഞ്ഞു വെൽക്കം. നീ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. സിമ്പിൾ കഥയാണ് നമ്മുടെ സിമ്പിൾ ചാനൽ. സിമ്പിൾ കഥ അത് ഇത്രേ ഉള്ളൂ. അതിലേക്ക് അപ്പോ സിമ്പിൾ കഥ അത്രേ. സിമ്പിൾ കഥ എന്ന് പറയുമ്പോ റെഫറൻസ് നമ്പർ അല്ല, അതേ കണ്ടില്ലേ? വെൽക്കം ടു ദ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് സിമ്പിൾ കഥ. അപ്പൊ ഇതിന്റെ ആവശ്യമില്ല. ഇല്ല, ഇപ്പൊ കഴിഞ്ഞിട്ടില്ല. സിമ്പിൾ ആയതുകൊണ്ട് തന്നെ കൂടുതൽ കോംപ്ലിക്കേഷൻ ഒന്നും കഥയിൽ ഇനി ഇത് കളയാം. കഥ ഒരാൾ പിടിച്ചിട്ട് റെഫറൻസ് നമ്പർ പറ. റെഫറൻസ് നമ്പർ അത് ഡ്രൈവിംഗ് ലൈസൻസിന്റെ. സിമ്പിൾ കഥയാണ്. അപ്പൊ ഇതിലെന്താ നമുക്ക് തോന്നിയത് പറയാം. അതിന് മലയാളത്തിൽ എന്താ വാഴയ്ക്ക് തോന്നിയത് കൊതയ്ക്ക് പാട്ടോ, കൊതയ്ക്ക് തോന്നിയത് വാഴയ്ക്ക് പാട്ടോ, അങ്ങനെ. അപ്പൊ അതാണ് സംഭവം. അതായത് ഇതിന്റെ ഒരു എന്താ മറ്റേ ബയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്താണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കൈമാറ്റം. എഴുതിയതല്ലോ തുപ്പുന്നത് സത്യം അല്ല, തുപ്പുന്നത് സത്യം തുപ്പുന്നത് കാര്യമുള്ള കാര്യമാണ്. പക്ഷെ അത് കാട്ടോ എന്നിട്ട് കാട്ടോ ഇതില്ലേ മുള്ള് പോത്തിന്റെ കാട്ടം. പോത്തും കാട്ടം. അപ്പൊ പറയണതൊക്കെ പോത്തും കാട്ടാണ്, പക്ഷെ ശരിയാണ്. പോത്തുംകാട്ടം എങ്ങനെ ശരിയാവുന്നു? കാട്ടത്തെ പിടിക്കാതെ വേറെ ടോപ്പിക്കിലേക്ക് വാ. കാട്ടം മാറ്റ്. അപ്പൊ അതാണ് സംഭവം. കാട്ടാൻ പറ്റിയിരിക്കുകയാണ്. ഞങ്ങൾ അടുത്ത ടോപ്പിക്കിലേക്ക് കയറാം. ഇനി നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ വന്നിരിക്കും, എന്നിട്ട് ഇങ്ങനെ കൊതക്കി പാട്ട് പറയും. സത്യത്തില് ഈ സംഭവം തുടങ്ങാൻ വേണ്ടിയിട്ട് കൊറേ ഇങ്ങനെ ചിന്തിക്കണം. ചിന്തിക്കുക ഇന്നും തുടങ്ങി ഇന്നും ഇന്നലും തുടങ്ങിയ ചിന്തയല്ല ഞാൻ. അതൊക്കെ എന്റെ കഥകളാട്ടോ. അതൊക്കെ പിന്നെ അടുത്ത എപ്പിസോഡിലൊക്കെ പറയാനുള്ളത്. അതൊക്കെ ഇപ്പോഴത്തെ ഇതാക്കല്ലേ. അപ്പൊ കൊറേ ഇതാക്കി എല്ലാ കൂട്ടുകാരോടും പറയും. അപ്പൊ എല്ലാവർക്കും നാണം, എന്തെങ്കിലും കണ്ടന്റ് വേണം. അങ്ങനെ എനിക്ക് ഇന്നലെ തോന്നിയൊരു ഐഡിയ ആണ്. കണ്ടന്റ് ഇല്ലാതെ എങ്ങനെ തുടങ്ങി, അതാണ് നമ്മൾ സംസാരിക്കുന്ന കാര്യം. കവിതയാണോ? അത് കവിതയാണ്. ഇരുൾമൂടിയ നേത്രത്തിൻ അത് എനിക്ക് ഈ രാത്രി ഇരിക്കുമ്പോ ഒരു പ്രത്യേക അസുഖം വരും. കവിത എഴുത്തും കഥ എഴുത്തും ഇങ്ങനെ കൊറേ. അങ്ങനെ ഇന്നലെ തോന്നി രാത്രി ഇരിക്കുമ്പോ മാത്രമുള്ള അവന്. എപ്പോഴും ഇല്ല, രാത്രിയില്ല. രാത്രി ഇരുണ്ട് നിന്ന കാർമേഘം കാണും. അപ്പൊ ഈ രാത്രി തോന്നുന്ന കാര്യങ്ങളാണത്. അങ്ങനെ ഇന്നലെ ഒരു തോന്നല് തുടങ്ങിയതാണ്. ഇതൊക്കെ ഇന്ന് ഇപ്പൊ സെറ്റപ്പ് ആക്കി. അപ്പൊ അങ്ങനെ തുടങ്ങി. ഇങ്ങനെ ചിന്തിച്ചപ്പോ സിമ്പിൾ ഓക്കെ, സിമ്പിൾ ഒക്കെ നോക്കിയിട്ട് നിന്നപ്പോഴാണ് എന്നാ പിന്നെ ഇങ്ങനെ തോന്നിയത് പറയല്ല. ഇപ്പൊ ഒരു കഥയാക്കാതെ. ഇപ്പൊ ഇതൊരു കഥയല്ലേ, എല്ലാ ജീവിതത്തിലും ഒരു കഥകളാണല്ലോ ഇതൊക്കെ. അപ്പൊ അതുകൊണ്ട് സിമ്പിൾ കഥ തന്നെ ഇന്നത്തെ കാലം വെച്ചിട്ട് എന്താ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ ഇത് ഇങ്ങനെ പോവോ ഇല്ലയോ എന്നറിയില്ല. പോയി കഴിഞ്ഞാൽ പിന്നെ പോയില്ലെങ്കിൽ ഇത് ഉടച്ചു. അപ്പൊ ഞാൻ ടെസ്റ്റ് ഡോസ് ആയിട്ട് കണക്കാക്കണം. പിന്നെ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാ എനിക്ക് അറിയില്ല. ഇൻട്രസ്റ്റിംഗ് ഇല്ല. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നണം അതിൽ ഇൻട്രസ്റ്റിംഗ് ഉണ്ടോ? നമുക്കൊരു ബൈക്ക് മേടിക്കാൻ ഇതൊന്ന് എന്താവുന്ന സ്റ്റാർട്ടിങ് വീഡിയോ ആണ്. ഇത് കണ്ടിട്ട് വേണം നിങ്ങൾ തീരുമാനിക്കും ഇത് അങ്ങോട്ട് പോണോ, അത് ഇവിടെ വെച്ച് നിർത്തണോ, അതോ നിർത്താൻ പറയരുത്. അതെ, പ്ലീസ് എന്നെ പറയരുത്. വേറെ എനിക്ക് ആലോചിക്കാൻ പറയണേ. എനിക്ക് വയ്യ കണ്ടന്റ് ആലോചിക്കാൻ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ നാട് വിട്ടിട്ട് ഇവിടെ വന്നിരുന്നിട്ട് എന്താണല്ലേ സന്തോഷം? ഒന്നുമില്ല. അതാണ് ഇപ്പൊ എല്ലാവർക്കും തന്നെ. ആർക്കും പറ്റിയ സന്തോഷം ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെ സന്തോഷം വരുന്ന കാര്യങ്ങൾ ചെയ്യുക, അത് ഇങ്ങനെ എടുത്ത് നിങ്ങളെ കാണിക്കുക, നിങ്ങൾ കാണുക.
നിങ്ങൾത്തത് വിളിക്കുക, അല്ലെങ്കിൽ വിളിക്കണം നല്ല വിലയേറെ അഭിപ്രായങ്ങൾ. നിങ്ങളുടെ നല്ല കമന്റുകളാണ് ഞങ്ങൾ വിചാരിക്കുന്നത്, വിചാരിക്കുന്നത് ബിസിനസ് ഐഡിയ എനിക്ക് എഴുത്തുണ്ട്. ബിസിനസിന്റെ എഴുത്തുണ്ട്, എല്ലാം ഉണ്ട് മൊത്തത്തിൽ. ഇപ്പൊ ഇന്ന് ഇത് മതി പോരെ, കൂടുതൽ എപ്പിസോഡില് അതെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ ചുമ്മാ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പിസോഡ് 1 വേറെ എപ്പിസോഡ് 1 ഇത് റെക്കോർഡ് ആയില്ലെങ്കിലാണ് അതിന്റെ അടുത്ത് റെക്കോർഡ് ആവുന്നുണ്ടാവില്ല. ഞാനിങ്ങനെ ബ്ലർ ആയിട്ടിരിക്കും മാത്രം ക്ലിയർ, നീ ഇങ്ങനെ ഇരിക്കും. അപ്പൊ അറിയില്ല. അപ്പൊ അടുത്തൊരു കഥ ഉണ്ട് എന്റെ അടുത്ത എപ്പിസോഡിൽ. അതെ അതിപ്പോ തന്നെ പറഞ്ഞ ഇൻട്രസ്റ്റിംഗ് ഇല്ല. അപ്പൊ അടുത്ത എപ്പിസോഡ് ഞാനിപ്പോ അത് ആദ്യമേ അറിയണായിരുന്നു പ്ലാൻ പ്ലാൻ മറക്കിയത്തില്ല നമ്മുടെ അപ്പൊ അടുത്ത എപ്പിസോഡില് അപ്പൊ ഇതില് നമ്മള് സൂപ്പർ കഥയുമായിട്ട് അപ്പൊ ഈ ജീവിതാനുഭവങ്ങളാണ് നമ്മുടെ ലക്ഷ്യം. ഏത് ഇത് കൊറേ വയസ്സായി ജീവിച്ചിട്ട് അപ്പൊ ഇങ്ങനെ ചെറിയ ആൾക്കാരാ, എന്നാലും കൊറേ അനുഭവങ്ങൾ അത് പറയാം. അപ്പൊ അനുഭവങ്ങൾ പറയാം. അനുഭവങ്ങൾ പാലിച്ചു. എല്ലാവർക്കും ഇങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും. തുടങ്ങണം എന്ത് തുടങ്ങണം അറിയില്ല. അങ്ങനെ തുടങ്ങാ. ഓക്കെ, ഞാൻ വർത്താനം കൂടി. അതെ, അപ്പൊ ശരി. അപ്പൊ ഓക്കെ ഓടിക്കും.